എല്ലാ ദിവസവും 11 മണിക്ക് തുറന്ന് രാത്രി 11 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യുന്ന ലിറ്റിൽ വേൾഡ് എന്ന് പേര് വെച്ച ഒരു ഇന്റർനാഷണൽ ഫെയർ കാണാനായിരുന്നു പിന്നീടുള്ള യാത്ര. മിഷ്റഫിലെ കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ എൻട്രി തികച്ചും സൗജന്യമാണ്. തുർക്കി, ഇന്ത്യ, ആഫ്രിക്ക തുടങ്ങി ഒരുപാട് രാജ്യങ്ങളുടെ ട്രഡീഷണൽ ട്രേഡിംഗ് രീതികൾ, വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി ഇവിടെ അവരൊരുക്കിയിട്ടുണ്ട്. 100 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടി അന്താരാഷ്ട്ര സംസ്കാരങ്ങളുടെ ഒരു സംഗമമായാണ് അറിയപ്പെടുന്നത്. ഇവരവിടെ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റിയുള്ളതും കുറഞ്ഞ പ്രൈസോട് കൂടിയതുമാണ്. കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിൽ നല്ല ഭംഗിയേറിയ പാവകൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ആ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റുപറ്റി. കുട്ടികളെ മാത്രമല്ല എല്ലാ പ്രായക്കാരെയും ഒരേപോലെ ആകർഷിക്കാൻ കഴിയുന്ന പാവകളായിരുന്നു അവിടെ വിപണിയിലുണ്ടായിരുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും കലാകാരന്മാരുടെ കഴിവ് നമുക്ക് ഇവിടെയും കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അർത്ഥം മനസ്സിലാവില്ലെങ്കിലും കേൾക്കാൻ ഭംഗിയുള്ള സംഗീത സദ്യ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ എവിടെയോ വെച്ച് കുറച്ച് ഭംഗിയുള്ള പൂക്കൾ കണ്ടു. കുറച്ചു സമയം തൃഷിക കുട്ടിക്കൊപ്പം ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു. അവൾക്ക് നേരത്തെ വാങ്ങിക്കൊടുത്ത പാവക്കുട്ടിയെ ഉറക്കാനുള്ള പരിപാടിയിലാണ് ആൾ. പിന്നീടാണ് കുട്ടിയെ കളിപ്പിക്കുന്ന ഐസ്ക്രീംകാരനെ കണ്ടത്. നിങ്ങൾക്ക് വേണോ ഓരോന്നെന്ന് ചോദിച്ചപ്പോൾ തുർക്കിഷ് ഐസ്ക്രീം പ്രാങ്ക് വീഡിയോ കണ്ടതിൻ്റെ ക്യൂരിയാസിറ്റിയിൽ ഞാൻ അങ്ങ് കയറി ഒരെണ്ണം വാങ്ങി. പിന്നീട് തോന്നിപ്പോയി വേണ്ടായിരുന്നു എന്ന്. അമ്മ കോമാളിയാവുകയും ചെയ്തു. നോർമൽ ഐസ്ക്രീമിൽ നിന്നും പ്രൈസിൽ മാറ്റവും ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ആഫ്രിക്കയുടെ സ്റ്റാളിലേക്കായിരുന്നു. പ്രകൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഓരോ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ചു വച്ചിരിക്കുന്ന വ്യത്യസ്ത തരം പ്രോഡക്റ്റുകൾ കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണുകളിൽ കൗതുകമുണ്ടാക്കി. ഒരുപാട് വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങളും അവരിവിടെ വിപണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി തൃഷികയ്ക്ക് ഒരു ബലൂണും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഫൺഫെയറിലോട്ട് പോയി. അതിനിടയിലാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയത് കാണാൻ കഴിഞ്ഞത്. സ്റ്റേജിൽ വ്യത്യസ്തമാർന്ന ഗെയിംസും 2 വലിയ
ടെഡി ബിയറും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അത്. കുട്ടികൾക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഫൺഫെയർ. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് മിഷ്റഫിലെ ലിറ്റിൽ വേൾഡ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സീ യു ഗൈസ്, ബൈ ബൈ.